ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുസ്സും ആരോഗ്യവും ലോകശാന്തി ഈ ജീവിത സുഖങ്ങൾ എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ഭക്തമക്കളെയും ഭഗവാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് മക്കളെ ഇന്ന് ഭഗവത്ഗീത ഭഗവാൻ എന്താ അർജുനന് കൊടുക്കുന്ന ഉപദേശം നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ്. നമുക്കത് മനസ്സിലാക്കണം. എന്താ ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കി ഒക്കുന്നത്തോളം നന്മ കൊണ്ട് ഉള്ള ജീവിതം, നല്ല രീതിയിലുള്ള ജീവിതം, ഭഗവാനെ അറിഞ്ഞുള്ള ജീവിതം, അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നമുക്ക് ഇന്ന് നമ്മൾ മോക്ഷ സന്യാസ യോഗത്തിൻ്റെ 45-ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചു. അത് 18-ാമത്തെ അധ്യായം, ഒടുക്കത്തെ അധ്യായമാണ്. 18 അധ്യായമേ ഉള്ളൂ. അത് 45-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? സ്വകർമ്മം ചെയ്തുകൊണ്ട് ആനന്ദം അനുഭവിക്കുന്ന മനുഷ്യൻ സംസിദ്ധിയെ പ്രാപിക്കുന്നതാണ്. സ്വകർമ്മനിഷ്ഠ എപ്രകാരമാണ് സിദ്ധിയെ പ്രാപിക്കുന്നതെന്ന് പറയാം, കേട്ടുകൊള്ളുക. അപ്പോൾ നമ്മൾക്കൊരു സ്വന്തമായിട്ടൊരു കർമ്മമുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന കർമ്മ പണ്ടൊക്കെ അങ്ങനെയാ, തലമുറയായി. ഇപ്പം നെയ്ത്തുകാരാണെങ്കിൽ അവർ നെയ്യും, തയ്യക്കാരാണെങ്കിൽ തയ്ക്കും, ഡോക്ടറാണെങ്കിൽ അവർ മക്കളും ഡോക്ടർ, നടന്മാരാണെങ്കിൽ അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോഴും. അപ്പം തലമുറയ്ക്ക് ഇതിനൊക്കെ മുന്നേ എങ്ങനെയായിരുന്നു? ബ്രാഹ്മണർക്ക് പൂജകൾ, അങ്ങനെയുള്ള ഈ ഈശ്വര ആരാധനകൾ, പൂജകളൊക്കെയാണ് ബ്രാഹ്മണർക്ക്. പിന്നെ ക്ഷത്രിയർക്ക് എന്താണ്? യുദ്ധം പറഞ്ഞേക്കുന്നത്. അത് അർജുനനൊക്കെ ക്ഷത്രിയന്മാരാണ്. പിന്നെ വൈശ്യന്മാർക്ക് എന്താ പറഞ്ഞേക്കുന്നത്? കൃഷിയും വാണിജ്യം, അത് കച്ചവടവും ഗോരക്ഷയും. ശൂദ്രർക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്? ദാസ്യം, അതായത് മറ്റുള്ളവരെ പരിചരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പോഴും എന്താണ്? അതുപോലല്ല. ഇപ്പം ഏത് രീതിയിലും പഠിച്ചെടുക്കുന്നുണ്ട്. ആശാരി പണി ചെയ്യുന്ന അച്ഛൻ്റെ അമ്മയുടെ മക്കൾക്ക് നല്ല രീതിയിൽ വേറെ രീതിയിൽ പഠിച്ച് ജോലി നേടാനായിട്ട് മറ്റ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയൊക്കെ ഇന്ന് അങ്ങനെയൊക്കെയാണ്. ഇന്ന് ആർക്കും ബ്രാഹ്മണനാവുകയും ചെയ്യാൻ കർമ്മം കൊണ്ട്. പൂജകളൊക്കെ പഠിക്കുകയോ ഭഗവാന്റെ ഇതൊക്കെ മനസ്സിലാക്കി എന്താണ് ഇതിലൊക്കെ പറഞ്ഞേക്കുന്നതെല്ലാം നമ്മൾ ഈ ശാസ്ത്രം, ഈ തത്വം നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ആയി തീർന്നാൽ നമുക്കും ബ്രാഹ്മണനാവാം. അതുകൊണ്ട് ഇവിടെ എന്ത് കർമ്മമായാലും എന്താ ഭഗവാൻ പറഞ്ഞേക്കുന്നത്? സ്വകർമ്മം. നമുക്ക് എന്താണ്? കളയിലാണോ അല്ല കൃഷിയാണോ? അത് നമ്മുടെ കർമ്മമാണ്. എന്താ ചെയ്യുക? ഭാഗവത പാരായണങ്ങളാണോ? പൂജയാണോ? കൃഷിയാണോ? വാണിജ്യമാണോ? എന്താണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്? നമുക്ക് എടുത്താൽ മതി. എനിക്കിപ്പോൾ എനിക്ക് വയസ്സ് ഇത്ര ആയതുകൊണ്ട് എൻ്റെ കർമ്മങ്ങളെല്ലാം വിരക്തി വന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു കർമ്മം എടുത്തേക്കുന്നത് ഇത് തന്നെ ഒരു കർമ്മമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? ആനന്ദം അനുഭവിക്കണം. എങ്ങനെയാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും? ഇതൊരു പൂജയാക്കി മാറ്റണം. ഭഗവാനിൽ നിന്നുള്ള ആ ഒരു ശ്രദ്ധ, ഇതെങ്ങനെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും? നമ്മൾ ഇത് പറയുമ്പോൾ, ഇത് വായിക്കുമ്പോൾ ഞാൻ ആനന്ദം അനുഭവിക്കുമെങ്കിൽ അതാണ് സത്യം. എങ്ങനെ ആനന്ദം അനുഭവിക്കാൻ പറ്റും? സത്യസന്ധമായ, കളങ്കമില്ലാതെ നിർമ്മല ഹൃദയത്തോടു കൂടി ഇത് ഭഗവാനാണത് ചെയ്യുന്നത്, എനിക്കൊന്നിനും സാധ്യമല്ല, എനിക്കൊന്നിനും കഴിവില്ല, എൻ്റെ ഉള്ളത്തിൽ പരബ്രഹ്മമാണ്, അത് ഈശ്വരൻ്റെ പൂജയായി, അത് മനമലരായി ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാനാണിത് ചെയ്യുന്നുള്ള ചിന്തയിൽ വരുമ്പോൾ ഈ കർമ്മത്തിലേക്ക് ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യും. എന്താ ഞാനിത് പറയുന്നത്? എന്താ ഇതിൽ ഭഗവാൻ തന്നേക്കുന്നത്? ഇതെനിക്ക് അതിൻ്റെ ഒക്കുന്ന അറിവ് അനുസരിച്ച് കളങ്കമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഭഗവാന് പൂജയാണ്, അത് ഭഗവാന്. അപ്പം നമുക്കത് ആനന്ദമാണ്. നമുക്ക് ഇത് പറയുന്നത് ഈശ്വരാർപ്പണമായി ചെയ്യുകയാ. അപ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആനന്ദം അനുഭവിച്ചുകൂടാ? ആനന്ദമല്ലേ? അതുപോലെ തന്നെ മറ്റ് എന്ത് കൃഷിയായാലും, ഗോക്കളെ നോക്കുന്നതായാലും സത്യസന്ധമായി ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൃഷിക്കാരൻ കുറേ വാഴകൾ നട്ടാൽ ആ വാഴകളെല്ലാം ചെയ്യുമ്പോഴേ ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് അത് കുലച്ചാലെന്താ? അത് വിറ്റ് കാശാക്കുമ്പോഴും നേരായ രീതിയിൽ കള്ളത്തരമില്ലാതെ കൃഷി ചെയ്യുക. എന്താ കള്ളത്തരം? നേരായ കള്ളത്തരം ഇല്ലാതെ സൽക്കർമ്മമായി ചെയ്യുന്നത്. ഇന്ന് ദുഷ്കർമ്മികളായിട്ടാണ് ചെയ്യുന്നത് പലരും. എല്ലാവരും അല്ല, ഇതിൽ പലരും ഒരുപാട് 100, 1000 വാഴകളൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യും. അപ്പോൾ അതിനകത്ത് കുലച്ച് കായ എല്ലാം വിരിഞ്ഞ് വന്നാൽ പൂവും പൊടിച്ചിട്ട് അതിൽ അമോണിയം വെച്ച് കെട്ടി ആ കനപ്പിച്ച് വെയിറ്റാക്കി അത് വിൽക്കുമ്പോൾ അത് നല്ല കർമ്മമാണോ?
അത് ദുഷ്കർമ്മമല്ലേ, അത് മഹാപാപിയല്ലേ. എത്ര ഈ ലോകം മൊത്തം ഈ കൊല കൊണ്ടിരുന്നത് എത്ര പേരാ അത് വാങ്ങിച്ച് കഴിക്കുന്നത്. എല്ലാവർക്കും രോഗമുണ്ടായി ചത്തോത്തില്ലയോ. അപ്പൊ ഈ പാപി എത്ര ജന്മം ജനിച്ചാലും അവന്റെ പാപം തീരുന്നത്. അവൻ മൊത്തത്തിനെയും കൊന്ന് തീർക്കുമല്ലയോ. അവനൊരു കാ വേണമെങ്കിൽ അവനകത്ത് അമ്മോണി വെച്ച് കെട്ടാതെ അവനതെടുക്കും. എന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എല്ലാവരെയും പറയുമല്ല, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇവിടെ ഞങ്ങൾ മേടിച്ചതപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഒരു കിലോ കാ കൊണ്ടുവന്നവർക്ക് കഴിക്കാൻ പറ്റിയില്ല. വണ്ണിച്ച് അകത്തോ ഭയങ്കരമായിട്ട് ഇരുന്ന് കിളുകിളാന്നും വല്ലാത്ത പൂവമ്പഴം എത്ര നാട്ടം അലിഞ്ഞിറങ്ങേണ്ട ഒരു പഴമാണ്. പക്ഷെ അത് അത്രമാത്രം കൊള്ളാത്തരുത് എടുത്ത് കളയുക ചെയ്ത്. തിന്നെങ്കിലോ ചത്തുപോയേനെ. അത്രമാത്രം അഹങ്കാരമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് സൽക്കർമ്മമാണോ? അപ്പോൾ നമ്മൾ സ്വകർമ്മം, നമ്മുടെ ചെയ്യുന്ന കൃഷി അത് സൽക്കർമ്മമായി സ്വകർമ്മം അത് നമ്മുടെ ജോലി സൽക്കർമ്മമായി മാറ്റണമെങ്കിൽ നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. ഒരു കുഞ്ഞുങ്ങൾക്കും ഉപദ്രവം ആയിപ്പോകരുത്. അന്യന് ഉപദ്രവം തട്ടാതെ നമ്മുടെ കർമ്മം ചെയ്യണം. ഈ ദോഷകർമ്മം ചെയ്തു വെച്ചാൽ അന്യന് തട്ടത്തില്ലയോ, ദോഷം വരത്തില്ലയോ. എത്ര പേർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്? ശരിയാണോ? അപ്പോൾ ഭഗവാൻ എന്താ പറയാ? നമ്മൾ പഠിക്കണം. ഇതെന്തിനാ നമ്മൾ പഠിക്കുന്നേ? നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് മാറ്റണം. അതുകൊണ്ട് ഇതുപോലെ പല കാര്യങ്ങളും വിഷം അടിച്ച് കൃഷി ചെയ്യുന്നത് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഇത് കടമെടുത്ത് ചെയ്യുന്ന പണിയാണ്. ഇത് കീടങ്ങൾ കൊണ്ട് ഈ പാവലും ഒക്കെ പടവലും ഒക്കെ നശിച്ചു പോണ ഭഗവാനെ. അല്പം മരുന്നടിച്ചോട്ടെ, ലേശ കൂടുതൽ കട്ടിക്ക് അടിക്കത്തില്ല. ഇതിനെ ഒരു മണം കേൾപ്പിക്കാൻ വേണ്ടി മനുഷ്യർക്ക് ദോഷം തട്ടാത്തോണ്ട് ഞാൻ അടിച്ചോട്ടെ എന്ന് ഭഗവാൻ ചോദിച്ചിട്ട് ചെയ്യ്. അത് ഭഗവാനായിട്ട് തന്നെ ചെയ്യ്. അപ്പോൾ ഭഗവാൻ അവിടെ പ്രവർത്തിച്ചുകൊള്ളും. ഈ പുഴുക്കളെയൊക്കെ മാറ്റിക്കൊള്ളും. ജനങ്ങൾക്ക് രോഗം ഉണ്ടാക്കാതെ ആക്കിക്കൊള്ളും. ഭഗവാന് ഒന്നും അസാധ്യമല്ല. പക്ഷെ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മൾ പറയണം, ഭഗവാനെ ഇത് ലോൺ എടുത്ത കാശാണ്, എനിക്ക് ഇത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ജീവിതം മുട്ടിപ്പോകും, എനിക്ക് ജീവിതമാർഗമാണ് ഭഗവാനെ എന്ന് പറഞ്ഞും കൊണ്ട് നമ്മൾ അല്പം മരുന്ന് ചേർത്ത് കൂടുതൽ ചേർക്കാതെ അടിച്ച് അതിനെ കൃഷി ചെയ്തെടുക്കാമെങ്കിൽ അതൊരു പുണ്യകർമ്മമാണ്. അത് ഭഗവാൻ അർച്ചന തന്നെയാണ്. അപ്പോൾ കർമ്മം ചെയ്ത് നമുക്ക് മോക്ഷപ്രാപ്തിയിൽ എത്തിക്കൂടെ, പരമപദം പ്രാപിച്ചൂടെ? അതല്ല കൊലയ്ക്കകത്ത് വെച്ച് കെട്ടി വെക്കുന്ന പരമപദം പ്രാപിക്കാൻ പറ്റുമോ? അവരെ ഹൃദയശുദ്ധിയുണ്ടോ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തെടുക്കണം, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മൾ എന്ത് കർമ്മം ചെയ്താൽ എങ്ങനെയായിരിക്കണം ഭഗവാൻ ഇഷ്ടം ഏതായിരിക്കും അത്. അഥവാ നമുക്ക് അല്പം മരുന്നടിച്ചേ ഇന്ന് അങ്ങനെ തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും കിട്ടത്തില്ല. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് പറയാം, നമുക്കും പണ്ടൊക്കെ ഇതുണ്ടായിരുന്നു കൃഷി. പാവലും പടവലും വയൽ നിറച്ച് വാഴയും ഇഞ്ചിയും ചേനയും ചേമ്പും ഒക്കെ കൃഷി ചെയ്തൊരു വീടാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള ദുഃഖം എനിക്കറിയാം. കാരണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോയാലും കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഭഗവാനോട് പറയുക, ഭഗവാനേ ഇത് നിവർത്തിയില്ല, ഈ കൃഷി ചെയ്ത് വേണം ജനങ്ങൾക്ക് കൊടുത്തു വേണം നമുക്കുള്ള ജീവിതമാർഗം എടുക്കാനും മറ്റുള്ളവർക്ക് കഴിക്കാനും വേണം. എല്ലാവർക്കും കൃഷി പറഞ്ഞിട്ടില്ല. അവർക്ക് മറ്റ് ജനങ്ങൾക്ക് ഇത് കൊണ്ട് ചെന്നിട്ട് അവർക്കും ജീവിതത്തിന് ഇത് മറ്റുള്ളവർക്ക് സുഖം കിട്ടുകയും വേണം, അവർക്ക് വയറ് നിറയുകയും വേണം, അവർക്ക് ആരോഗ്യം കിട്ടുകയും വേണം, നമ്മുടെ ജീവിതവും നടന്നു പോകണം. അപ്പം നമ്മൾ സൽക്കർമ്മമായി ഭഗവാനോട് അഭയം പറഞ്ഞും കൊണ്ട് ധ്യാനിച്ചും കൊണ്ടും ഈശ്വരാർപ്പണമായി എന്തും ചെയ്യുമ്പോൾ അത് പാപമില്ലാതെ വരും. അല്പം ഈ പാപം അടിച്ചു വയ്ക്കും, ഇല്ല ഇച്ചിരി മരുന്ന് അടിച്ചു വെച്ചാലത് ഭഗവാനോട് അഭയം പറയണം. ഭഗവാനെ ആർക്കും ദോഷം വരാത്ത വണ്ണം അത് ഭഗവാൻ കൈകാര്യം ചെയ്യണമേ എന്ന് പറഞ്ഞും കൊണ്ട് അല്പം അടിക്കാം. അതൊരു പുണ്യകർമ്മം ആക്കി വയ്ക്കാം. എനിക്കിതേ പറയാൻ പറ്റുകയാണ്. തീർത്തത് അടിക്കണമെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുവാൻ ആർക്കും ഇല്ലാതെ പോകും. അവനും കിട്ടത്തില്ല, മറ്റവർക്കും കിട്ടത്തില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ഒരുപാട് വെള്ളം കഴുകി വെള്ളത്തിലിട്ട് മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ ഇട്ടിരുന്ന് അതിന് വിഷമൊക്കെ മാറ്റി കഴിയുന്നത്തോളം നമ്മൾ വേടിക്കാതിരിക്കുക. അവനവൻ്റെ ആവശ്യത്തിന് കൃഷി ചെയ്ത് എടുക്കാമെങ്കിൽ അത്രയും നല്ലത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അപ്പം ഓരോ കർമ്മത്തിനും നമുക്ക് ഒരു പശുവിനെ രക്ഷിക്കുന്നതായാലും അതായത് ഗോരക്ഷയായാലും കൃഷിയായാലും വാണിജ്യം കച്ചവടമായാലും കളങ്കമില്ലാതെ നമ്മൾ കച്ചവടം ചെയ്യണം. യാതൊരു മറിമായവും കാണിക്കരുത്. അങ്ങനെയുള്ള കർമ്മത്തിന് എന്ത് വരും? കർമ്മം കൊണ്ട് സ്വകർമ്മം കൊണ്ട് നമുക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്? കർമ്മം കൃഷിയാണെങ്കിൽ അത്, കച്ചവടമാണെങ്കിൽ അത് പൂജയാണോ അത്, ഇതൊക്കെ കാപട്യമില്ലാതെ ചെയ്താൽ പരമപദം പ്രാപിക്കാം കർമ്മം കൊണ്ട്, സ്വകർമ്മം കൊണ്ട് എന്ന് പറയുന്നു. അത് നല്ല കാര്യമല്ലേ? നമുക്കത് പഠിക്കുന്നത് നല്ലതല്ലേ? നമുക്ക് പാപമില്ലാത്ത ജീവിതം ഉണ്ടാകണം.
അപ്പോൾ പാപിയാവരുത്. പാപിയായാൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയാം, നമ്മൾ നരകിച്ച് നമ്മൾ അറിയുന്നില്ല, അത് വിദ്യ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഇതുകൊണ്ടാണത് വന്നേന്ന്. നമ്മൾ അങ്ങനെ ചെയ്യുമെങ്കിൽ അനുഭവിച്ചേ പറ്റൂ നമ്മുടെ കർമ്മദോഷം. നമ്മൾ തന്നെയാണ് നമുക്ക് ദോഷം ഉണ്ടാക്കി വെക്കുന്ന, അല്ല ദൈവമല്ല. നമ്മുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ നമുക്ക്, അതായത് നന്മ വിതച്ചാൽ നന്മ കൊയ്യാം. അതാണ് അത് ഈശ്വരൻ തരുന്നതല്ല. പക്ഷെ പരമപദം പ്രാപിക്കാൻ പറ്റും. ഭഗവാൻകൾ നമ്മളിൽ കർമ്മത്തിൻ്റെ ആ സൽക്കർമ്മമായി മാറ്റി, ഏത് കർമ്മത്തിനെയും പുണ്യമായി മാറ്റി, ഭഗവാന് പൂജയായി മാറ്റി, ആരാധനയിൽ കൂടി ചെയ്യുന്നതെല്ലാം തന്നെ നല്ല കർമ്മമാണ്. അത് നന്മ തന്നെയാണ്. അത് നമുക്ക് നന്മ കൊയ്യുകയും ചെയ്യാം. അതാണ് നമുക്കിനി 46-ാമത്തെ ശ്ലോകം വായിക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. 46-ാമത്തെ ശ്ലോകം, 18-ാമത്തെ അധ്യായം. യത് പ്രവൃത്തിർഭൂതാനാം യേന സർവം ഇദം തദം സ്വകർമ്മണാതമ അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ഈ പ്രപഞ്ച സൃഷ്ടി, ഓരോ വാക്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രപഞ്ച സൃഷ്ടി വെച്ചാൽ ഈ ബ്രഹ്മാണ്ടം, ഈ പ്രപഞ്ചം സൃഷ്ടി ആരാണ്? ഈ സൃഷ്ടി വെച്ചാൽ നമ്മളെല്ലാവരും സൃഷ്ടികളാണ്. ഭഗവാൻ സൃഷ്ടിച്ച ഒരണുവും ബ്രഹ്മാവ് വരെ ഇതെല്ലാം ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൃഷ്ടി എന്തിൽ നിന്നാണോ നടന്നിരിക്കുന്നത്, ഈ നമ്മളെല്ലാം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് നമ്മുടെ വന്നത്, എന്തിൽ നിന്നാണോ, അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് എവിടെ നിന്ന് വന്നു? ആ പരമാത്മാവായ ലോകപിതാവായ ജഗദീശ്വരിൽ നിന്നാണ് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ മനസ്സിലാക്കിയേ. അപ്പോൾ നാം എവിടെ നിന്ന് വന്നു? ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും, വൃക്ഷങ്ങളായാലും പിന്നെ പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യരും എല്ലാം, ഏത് ജീവാണുക്കളായാലും നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ആ ഭഗവാൻ പരമാത്മാവിൽ പരബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടേക്ക് വന്നേക്കുന്നത്. അപ്പോഴോ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആരാണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സർവത്തിലും, ഈ ഓരോരുത്തരിലും, ഈ ഓരോ കീടങ്ങളിലും ആരാണോ വ്യാപിച്ചിരിക്കുന്നത്, കാരണം എങ്ങും ഇടതടവില്ലാതെ നിറഞ്ഞ വ്യാപ്തമായിരിക്കുന്ന പരബ്രഹ്മമാണ്. അപ്പം മനസ്സിലാക്കണം, ഈ സൃഷ്ടിച്ചതാരാണ്? പരബ്രഹ്മം. ഇതിലെന്താ നിറഞ്ഞിരിക്കുന്നത്? ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന അകവും പുറവും, അത് പരബ്രഹ്മം. അങ്ങനെയുള്ള അതാരാണോ ആ ഈശ്വരനെ, അപ്പോൾ ഈ പരമേശ്വരനായ ലോകപിതാവിനെ സ്വകർമ്മങ്ങളാൽ ആരാധിച്ചാൽ പരമസിദ്ധിയെ പ്രാപിക്കുന്നതാണ്. സ്വകർമ്മങ്ങൾ നേരത്തെ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പശു കൃഷിയാണോ, കച്ചവടമാണോ, എന്ത് കൃഷിയോ എന്തോ ആയിക്കോട്ടെ, ബ്രാഹ്മണരുടെ പൂജയാണോ, അതോ അർജുനൻ ചെയ്യുന്ന യുദ്ധമാണോ, പട്ടാളക്കാരാണല്ലോ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്, എന്തോ ആയിക്കോട്ടെ, ഇതെന്താ? ആ ഈശ്വരനെ, ആ പരബ്രഹ്മത്തെ സ്വകർമ്മങ്ങളാൽ, യുദ്ധമെങ്കിൽ യുദ്ധം. അപ്പം എൻ്റെ കർമ്മം എന്താണ്? ഇപ്പം എനിക്ക് കർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് അടുക്കള പണിയായിരുന്നു. നമ്മുടെ അച്ഛൻ, അതായത് മക്കളും ഭർത്താവും ഭാര്യയായിട്ടുള്ള ഒരു കുടുംബ ജീവിതം, അതിൽ കണ്ടതും കേട്ടതും ഒരുപാട് ജോലി ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഗൃഹസ്ഥാശ്രമിയാണല്ലോ. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വിരമിച്ചെങ്കിലും എനിക്ക് എന്തെങ്കിലും അമ്മക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ വെച്ച് കുടിക്കണ്ടേ. അപ്പോൾ അതാണ്. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു പണി ഒരു 3-4 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നാൽ അതായാലും എന്ത് ചെയ്യുന്നു? ആ ഈശ്വരനെ സ്വകർമ്മങ്ങളാൽ ആരാധിച്ചാൽ പരമസിദ്ധിയെ പ്രാപിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ആരാധിക്കണം? നമ്മൾ എങ്ങനെ ആരാധിക്കണം? നല്ല ഹൃദയശുദ്ധിയായിരിക്കണം. കാപട്യം കാണിക്കുക. കച്ചവടമെങ്കിൽ കച്ചവടം, അത് കപടം കാണിക്കാത്ത കച്ചവടം. കുറച്ചൊക്കെ കപടം കാണിക്കണമെങ്കിലേ അവർക്ക് ലാഭമുള്ളൂ എന്ന് പറഞ്ഞാലും സത്യസന്ധമായി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഉള്ള ആദായം മതി, ഉള്ള ലാഭം മതി. അതായത് തൂക്കത്തിലും കണക്കിലും വെട്ടിച്ച് ചതിക്കാതെ വഞ്ചിക്കാതെ ഉള്ള ന്യായപ്രകാരമുള്ള എല്ലാം ചെയ്യാമെങ്കിൽ അത് ഈശ്വരൻ്റെ കർമ്മമായി മാറ്റി ഭഗവാന്റെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ അത് ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാൻ അംഗീകരിക്കുമല്ലോ. അത് ശുദ്ധ കർമ്മമായി മാറ്റാമല്ലോ. അതുപോലെ ഓരോന്നും ഒരു വാഴക്കുല കുലയുടെ അറ്റത്ത് പൂമ്പൊടിച്ചിട്ട് അമോണിയം കെട്ടിയാൽ നല്ല കർമ്മമാണോ? അത് അധർമ്മമല്ലേ? അവൻ അത്രമാത്രം പാപിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്ത് ചെയ്യണം? പരമസിദ്ധിയെ പ്രാപിക്കണമെങ്കിൽ സ്വകർമ്മങ്ങളുടെ ആരാധിക്കണം. എങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു വാഴ നടാൻ നേരത്ത് ഭഗവാനെ കൃഷ്ണ ഭഗവാൻ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കല്ല. ആ കർമ്മത്തിൽ ശുദ്ധത വേണം. അത് ഭഗവാന് നോക്കുമ്പോൾ നിരക്കുന്നതായിരിക്കണം. നമ്മൾ ചെയ്ത കർമ്മത്തിൽ നിരക്കുന്ന നല്ല ധർമ്മമായിരിക്കണം. അധർമ്മം ചെയ്ത് വെക്കരുത്. ഇങ്ങനെ വേണ്ടാത്ത വിഷം അടിച്ച് വെക്കരുത്.
ഒരുപാട് പാവൽ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് വിഷം അടിച്ച് വെക്കരുത്. അതിനകത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകും, എനിക്ക് എന്താ ഇതിനൊരു മാർഗം, ഞാൻ കടക്കാരനായി പോകും, അല്പം മരുന്ന് ഇതിൽ തളിക്കട്ടെ, അത് ഭഗവാൻ സമർപ്പിച്ചോണ്ട് ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ ആരാധനയായി മാറിയില്ലേ, അത് നല്ല കർമ്മമായി മാറിയില്ലേ. അതുപോലെ നമ്മൾ ഓരോ കർമ്മത്തിനും സൽക്കർമ്മമായി മാറ്റുമ്പോൾ അതാണ് ആരാധന. ഈശ്വരനെ ചിന്തിച്ചും കൊണ്ട് ഈ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിച്ചും കൊണ്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഈശ്വരാർപ്പണമായി ഫലം ആഗ്രഹിക്കാതെ തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഈശ്വരന് നല്ലൊരു ആരാധനയാണ്. അതാണ് പരമപദം. അങ്ങനെ പ്രാപിക്കാൻ പറ്റും. നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കടക്കാരനായി പോകരുത്. അതുകൊണ്ട് അത് എനിക്ക് ഇന്നത് കിട്ടുമ്പോഴല്ല, അത് ഒരു ആഗ്രഹമാണ്. അതല്ല, നമ്മളിപ്പോൾ ഭഗവാനെ ഇത് കടപ്പെടുത്തി ചെയ്യുന്നൊരു കർമ്മമാണ്, അത് കടപ്പെട്ടു പോകാതിരിക്കാൻ ഭഗവാൻ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞും കൊണ്ട് ഒരു ലേശം മരുന്നെന്ന് ഒരു മണത്തിന് വേണ്ടി ചെയ്തോട്ടെ, അത് ഭഗവാൻ തന്നെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ അത് ഒരു സൽക്കർമ്മമായി മാറും. അല്ലാതെ തോന്നുന്ന രീതിയിൽ എന്തോ ആയിക്കോട്ടെ, ആരോ ചത്തോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാമോ? അവിടെ ഭഗവാൻ തന്നെ നമുക്ക് അതിൻ്റെ പോംവഴി കണ്ടുവെക്കും. നമ്മൾ ഈശ്വരനെ സമർപ്പിച്ചാൽ ഒന്നുമില്ലെങ്കിൽ വാങ്ങിക്കുന്നവർക്ക് വിഷം വയറ്റിൽ ചെല്ലാതിരിക്കാനുള്ള മാർഗങ്ങൾക്ക് ഭഗവാൻ അറിയാം. ഈ കീടങ്ങൾ കയറാതിരിക്കാനും ഭഗവാന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ വിശ്വാസം ഭഗവാനെ സമർപ്പിക്കുമ്പോൾ എല്ലാം നേരെ വരും. ഈശ്വരനുള്ള വിശ്വാസവും ഭക്തിയും എല്ലാം നമുക്കുണ്ടെങ്കിൽ അതെന്താ? അതാണ് ആരാധന. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ വിശുദ്ധിക്കാണ് ആരാധന. അല്ലാതെ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഭഗവാനി കൃഷ്ണ ഭഗവാനി എന്ന നാമം ചൊല്ലിയ കർമ്മം നല്ലതാവൂ? നമ്മുടെ കർമ്മം ശുദ്ധമാണെങ്കിലാണ് ആരാധനയാകുന്നത്. അതാണ് ഭഗവാൻ കൊടുക്കുന്ന ആരാധന. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 47-ാമത്തെ ശ്ലോകം വായിക്കാം. പരമസിദ്ധിയെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ലതായിരിക്കണം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൽ സ്വനുഷ്ഠിതാൽ സ്വഭാവനിയതം കർമ്മ കുറുവന്നാപ്നോതി കിൽബിഷം. നല്ല രീതിയിലുള്ള പരധർമ്മ അനുഷ്ഠാനത്തെക്കാൾ ശ്രേഷ്ഠം. അപ്പം നല്ല രീതിയിലുള്ള ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കൃഷിപ്പണിയാണെങ്കിൽ അന്യനൊരുത്തൻ ചെയ്യുന്നത് ഈശ്വര പൂജകളാണ്. അപ്പം നമുക്ക് തോന്നും, അയ്യോ അതെന്ത് നല്ല കർമ്മമാണ്, ഭഗവാനെ പൂജിക്കുക അല്ലെ പാരായണം ചെയ്യുക, ഭഗവത് പാരായണം നല്ല കർമ്മമല്ലേ, എനിക്കും അത് ചെയ്താലോ എന്ന് കരുതി നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ പേടിക്കണ്ട, വിഷമിക്കണ്ട. അതാണ് നല്ല രീതിയിലുള്ള അന്യൻ്റെ പരം എന്ന് വെച്ചാൽ അന്യൻ്റെ ധർമ്മ അനുഷ്ഠാനത്തെക്കാൾ ശ്രേഷ്ഠം എന്താണ്? മോശപ്പെട്ടതാണെങ്കിലും സ്വധർമാനുഷ്ഠാനം തന്നെയാണ്. നമ്മുടെ കൃഷിയാണെങ്കിൽ അത് തന്നെയാണ്. സൽക്കർമ്മമായി ചെയ്താൽ മതി. നമ്മൾക്ക് അന്യന് ഉപദ്രവം തട്ടാത്ത രീതിയിൽ, ആർക്കും ദോഷം തട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് എന്ത് ഒരു മുക്കുവനാണെങ്കിൽ പോലും മുക്കുവൻ്റെ കർമ്മം ദോഷമാണല്ലോ, മീൻപിടുത്തം ജീവനെ നഷ്ടപ്പെടുത്തുകയാണല്ലോ. പക്ഷേ അവന് പറഞ്ഞേക്കുന്ന കർമ്മമാണ്. അതുകൊണ്ട് ഇപ്പം യുദ്ധമാണല്ലോ ക്ഷത്രിയന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്ഷത്രിയൻ യുദ്ധം ചെയ്തല്ലേ പറ്റൂ. അതിലും എന്താ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ന്യായത്തിൻ്റെ പേരിൽ ചെയ്യാം. അന്യരാജ്യക്കാരൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ ശത്രുക്കളെ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. കംസനെയും ശകടാസുരനെയും ബകാസുരനെയും മലന്മാരെയും ഒക്കെ ഭഗവാൻ വധിച്ചില്ലേ ശത്രുക്കളെ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അന്യരാജ്യക്കാർ നമ്മളോട് പൊരുതാൻ വന്നാൽ നമ്മളോട് ധർമ്മം എന്താണ്? യുദ്ധമാണ്, ധർമ്മമാണ്. കാരണം നമ്മുടെ ഇന്ത്യക്കകത്തുള്ള സർവ്വജനങ്ങളെയും കൊന്നിട്ട് അവിടെ കയറി ഭരിക്കാനാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ യുദ്ധം ചെയ്യാതിരുന്നാൽ, അങ്ങോട്ട് അടിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ അത്രത്തോളം ജനങ്ങൾ നശിക്കും. അപ്പോൾ അധർമ്മം ആര് ചെയ്തുകൂടാ? അർജുന, നീ ചെയ്യേണ്ട കർമ്മമാണ് യുദ്ധം. അത് ചെയ്യണം. ചെയ്യാതിരുന്നാലാണ് അധർമ്മം, ചെയ്താൽ ധർമ്മം. എന്തുകൊണ്ടാ? എല്ലാവരും തീർന്നു. ഈ രാജ്യത്ത് നമ്മളെല്ലാവരും നശിച്ചു പോകും. എല്ലാം കൈക്കലാക്കി അന്യരാജ്യക്കാരെ കൊണ്ടുപോകാതിരിക്കുമ്പോൾ അത് യുദ്ധം ചെയ്തേ പറ്റൂ. അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ അങ്ങോട്ട് അടങ്ങിയിരിക്കാൻ പാടില്ല, ചെയ്യണം, തിരിച്ചടിക്കണം. അതാണ് ധർമ്മം. ചെയ്യാതിരുന്നാൽ അത് അധർമ്മമാണ്. കാരണം ഇവിടെയുള്ള ജനങ്ങളെല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ട് ധർമ്മം എന്താണ്? അറിഞ്ഞു ചെയ്യുക. മുക്കുവനോട് പറയുന്നത് എന്താണ്? മുക്കുവ, നീ മീൻ പിടിക്കണം, അത് നിന്റെ ധർമ്മമാണ്. അത് ചെയ്യാതിരുന്നാലാണ് അധർമ്മം.
അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കണ്ട് കാര്യങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ചും കൊണ്ട് മുക്കുവനെ ഇറങ്ങി ചാടുമ്പോൾ ഭഗവാനെ ഞാൻ മത്സ്യത്തിനെ പിടിക്കാനാണ് പോകുന്നത്, അങ്ങ് തന്നെയാണ് ഇത് ചെയ്യുന്നതും ചെയ്യിപ്പിക്കാത്തതും എല്ലാം അങ്ങല്ലാതെ ഒരു ഇല പോലും നമുക്ക് അനക്കാൻ അവകാശമില്ല. ഒരു മലന്ന് കിടക്കുന്ന ഒരു ഇല എടുത്ത് കമത്തി വെക്കണമെങ്കിൽ ഈശ്വരൻ അറിയാതെ യാതൊന്നും നടക്കില്ല. അപ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന മുക്കുവനിലും ഭഗവാനുണ്ട്, മീനിലും ഭഗവാനുണ്ട്. ഇത് പിടിക്കുന്നു ചെയ്യിക്കുന്നു എല്ലാം ഈശ്വരനാണെന്ന് സമർപ്പിച്ചാൽ നാം ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മളെല്ലാം പരമാത്മാ വിട്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈശ്വരനാണ് ഇതെല്ലാം ചെയ്യുന്ന കർത്താവ്, അവിടെ എന്തെങ്കിലും പാപമുണ്ടോ? അപ്പോൾ ഭഗവാൻ പറയുന്നു, ദോഷപ്പെട്ട കർമ്മമാണെങ്കിൽ കൂടി, ഇപ്പം യുദ്ധം ദോഷമാണെന്ന് വിചാരിച്ചാൽ കൂടി, അല്ലെങ്കിൽ മുക്കുവൻ്റെ ഈ മീൻപിടുത്തം ദോഷമാണെങ്കിൽ കൂടി സ്വകർമ്മമാണ്, അത് ചെയ്യുന്നതാണ് ധർമ്മം, ശ്രേഷ്ഠം. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ കൃഷി അല്ലെങ്കിൽ നമുക്കുള്ള മറ്റ് ഗോക്കളുടെ രക്ഷ, ഇതിലെല്ലാം ധർമ്മങ്ങളുണ്ട്. ചെയ്യേണ്ടത് ഇത് ചെയ്താൽ അത് അധർമ്മമല്ല. മുക്കുവൻ പിടിക്കേണ്ട രീതിയിൽ പിടിച്ചാൽ ഭഗവാൻ സമർപ്പിച്ച് ഇത് ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അത് അവർ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ഒരു തെങ്ങ് കയറാൻ പോകുന്ന തേങ്ങ നടത്താൻ തെങ്ങ് കയറാൻ പോകുന്ന ആ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ആ തെങ്ങിനെ തൊട്ട് വണങ്ങിയിട്ടേ അയാൾ തെങ്ങ് കയറൂ. അപ്പോൾ എന്താ, അത് ഭഗവാനാണ് ചെയ്യുന്നത്, ഭഗവാനെ സമർപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പാപമില്ല. അതുപോലെ ഓരോ കർമ്മങ്ങളും, വള്ളത്തിൽ മുക്കുവൻ മീൻ പിടിക്കാൻ കയറുമ്പോൾ ആ വള്ളത്തിൽ തൊട്ട് കയറുന്നത് ഭഗവാനെ ഞാൻ ഈ സമുദ്രത്തിൽ ഇറങ്ങുവാണ്, അങ്ങ് കാത്തുകൊള്ളണമേ. പരമാത്മാനറിയാം മീൻ പിടിക്കാനാണ്, ഒരു ജീവനെ പിടിക്കാനാണ് പോകുന്നതെന്ന്. പക്ഷേ അവൻ്റെ ധർമ്മമാണ്, അവൻ്റെ കർമ്മം, അത് അവൻ ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ പിന്നെ അവന് അറപ്പുണ്ടായ കാര്യമില്ല. അവന് തലമുറയായി ഇങ്ങനെ കിടക്കുന്ന കർമ്മമാണ്. യുദ്ധം ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്നതാ. അപ്പോൾ ഭഗവാൻ പറയുന്നു ഇവിടെ, നല്ല രീതിയിലുള്ള അന്യൻ്റെ ധർമ്മ അനുഷ്ഠാനത്തെക്കാൾ ശ്രേഷ്ഠം മോശപ്പെട്ടതാണെങ്കിലും നമ്മുടെ സ്വധർമാനുഷ്ഠാനം തന്നെയാണ് നല്ലത്, ശ്രേഷ്ഠം. നമ്മളത് ചള്ളെന്ന് വിചാരിക്കേണ്ട, ബ്രാഹ്മണരുടെ പൂജ തന്നെ മതി എന്ന് ചിന്തിക്കേണ്ട. വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, നഗരത്തെ എല്ലാം പഠിക്കാം, പക്ഷെ അത് നല്ലത് ഇത് പന്നലെന്ന് ചിന്തിക്കേണ്ട. നമ്മുടേത് മോശപ്പെട്ട ദോഷപ്പെട്ട കർമ്മമാണോ? നമുക്ക് മത്സ്യകൃഷിയാണോ? അത് നമ്മൾ ചെയ്യേണ്ട കർമ്മം അത് അതിൻ്റെ രീതിയിൽ ചെയ്താൽ മതി. അതെല്ലാം ആരാധന തന്നെയാണ്. ഇതൊക്കെ ലോകത്ത് ഈ പ്രകൃതിയിൽ ഇതൊക്കെ പറഞ്ഞേക്കുന്നതാണ്. ഇതൊക്കെ വേണം. നന്മയും തിന്മയും ഈ രാത്രിക്ക് പകലുന്നത് പോലെ തന്നെയാണ് ഇവിടെ എല്ലാം നടന്നു തന്നെ പോകുന്നത്. അതിനാർക്കും ഇവിടെ തടയാൻ പറ്റില്ല. ഇതൊന്നും അറിവില്ലാത്തവരാണ് അത് ദോഷം ഇത് ദോഷം എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാവർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് രീതിയിലൊക്കെ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സമർപ്പിക്കണം. ഇതെല്ലാം അങ്ങ് ചെയ്യാണ്, ഈശ്വരാർപ്പണമായി, ഒരു ഫലം ആഗ്രഹിക്കാതെ എൻ്റെ കർമ്മം ചെയ്യുന്നു, അത് ഭഗവാൻ സമർപ്പിച്ച് ഭഗവാനായി ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല, പിന്നെ അവിടെ എന്ത് പാപം? അതുകൊണ്ട് എന്ത് പറയുക, അങ്ങനെ സ്വന്തം ഭാവത്തിന് ചേരുന്നത് നിയതവുമായ കർമ്മം ചെയ്യുന്നവന് പാപമുണ്ടാകയില്ല, ഭഗവാൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് സ്വന്തം ഭാവത്തിന് ചേരുന്നതായിരിക്കണം. നമ്മൾക്ക് എന്താണ് നമ്മുടെ ഭാവങ്ങൾ? നമുക്കിന്ന് കിളയ്ക്കുന്ന വസ്തു കിളച്ച് കൃഷി ചെയ്യുന്നതാണോ? അതനുസരിച്ച് നമ്മൾ എന്താ ചെയ്യണം? അതിനകത്ത് വസ്തു കിളയ്ക്കുമ്പോൾ എത്ര ഇരകളും, ഞാൻ പല ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ചെത്തിവാരുമ്പോൾ എത്ര പാർവാരികളൊക്കെ മുറിഞ്ഞു പോയിട്ട് നമ്മൾ അറിയുന്നതേ ഇല്ല. അത് പാപമല്ലേ? അത് ജീവനുള്ളതല്ലേ? പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാ. അപ്പം നമുക്ക് എല്ലാം ഈശ്വരാർപ്പണം ചെയ്താലോ അന്നൊന്നും അറിഞ്ഞും കൂടാ, ഈശ്വരാർപ്പണം ചെയ്യണമെന്ന് അറിഞ്ഞുപോലും കൂടാ. കിളയ്ക്കുമ്പോൾ ഇരകളൊക്കെ ചത്തിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു പാപമില്ലാത്ത ഒരു ജോലിയില്ല. അതുകൊണ്ട് ചെയ്യുന്നത് എന്താ? സ്വന്തം ഭാവത്തിന് ചേരുന്നതും നിയതവുമായ കർമ്മം ചെയ്യുന്നവന് പാപം ഉണ്ടാകുന്നില്ല. നമുക്ക് കൃഷിയാണ്, ഭഗവാനെ എനിക്ക് കിളച്ചേ പറ്റൂ, എന്തൊക്കെയോ ജീവപ്രാണികൾ ചത്തോ ഒക്കെ പോകുന്നതെല്ലാം ഈശ്വരനെ സമർപ്പിക്കുന്നു, ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നു. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഈ യന്ത്രം നമുക്ക് കൃഷിയെല്ലാം ജീവിക്കാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഇതിൽ വരുന്ന ഭവിഷ്യത്തുകളെല്ലാം ഭഗവാനെ അങ്ങേ സമർപ്പിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അതൊരു പൂജയായി സൽക്രമമായി വരുമ്പോൾ അതൊരു ആരാധനയാണ്. ഇതാണ് ആരാധന. ഭഗവാനിൽ എന്ത് കർമ്മം നമ്മൾ ചെയ്ത സ്വകർമ്മം, നമുക്ക് ചെയ്യേണ്ട കർമ്മം, അത് പാപമല്ല. അത് നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്താൽ ഒരു പാപവുമില്ല. ഞാൻ ചെയ്യുന്നു, എനിക്കിങ്ങനെയൊക്കെ എന്തൊക്കെ ചത്താലും ഞാൻ മരുന്ന് ഇഷ്ടം പോലെ അടിച്ച് കൃഷി ചെയ്യുമ്പോൾ ആരോ ചാവട്ടെ, എനിക്ക് പണം കിട്ടിയാൽ മതി, ഇത് പാപം. അങ്ങനെ അത് ചെയ്യുന്ന പാപം. ഭഗവാനെ ഇതെല്ലാം നശിച്ചു പോണ്, ഞാൻ ലോൺ എടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഭഗവാനെ, അങ്ങായിട്ട് തന്നെ ഭഗവാന് സമർപ്പിക്കുന്നു ഞാനിതെല്ലാം. ഇത് കീടങ്ങൾ വരാതിരിക്കാൻ ഭഗവാൻ എന്തെങ്കിലും കരുണ കാട്ടണമേ. അതല്ലെങ്കിൽ ഭഗവാനെ അല്പം മരുന്ന് ഞാൻ ഒന്ന് ലേശമായിട്ടൊന്ന് അടിച്ചോട്ടെ, അത് അങ്ങായിട്ട് തന്നെ ചെയ്യുന്നു, ഒരു ദോഷം ആർക്കും വരുത്താതെ വണ്ണം ഭഗവാൻ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്ക്. ആർക്കും ദോഷം വരത്തില്ല, ഭഗവാൻ അവിടെ കാത്തുകൊള്ളും. അപ്പം അത് ആരാധനയായി, അവിടെ പാപമില്ല, സ്വന്തം കർമ്മമാണ് കൃഷി. പിന്നെ എന്ത് ചെയ്യണ്ടേ?
അതുകൊണ്ട് പറയുന്നത് അതിൽ പാപമേ ഇല്ല. അവനവൻ്റെ കർമ്മം അമ്മക്ക് പറഞ്ഞിട്ടുള്ള കർമ്മമാ എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 48ാമത്തെ ശ്ലോകം. എനിക്ക് ശ്ലോകം മാറിപ്പോന്ന്. സഹജം കർമ്മ കൗന്ദേയ സദോഷം അപീന ത്യജേൽ സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നീരിവാവൃത. അർജുന, ദോഷമുണ്ടെങ്കിൽ പോലും സഹജമായ കർമ്മത്തെ ഉപേക്ഷിക്കരുതേ. അതാണ് ഇവിടെ ദോഷം ഉണ്ടെങ്കിൽ പോലും അർജുനൻ വിഷമം, യുദ്ധം ചെയ്യാൻ വിഷമം. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മാവന്മാർ, എൻ്റെ ഗുരുക്കന്മാർ, എനിക്ക് വയ്യ ഭഗവാനി എന്ന് തളർന്നു കുത്തിയിരിക്കുന്ന അർജുനോട് പറയുന്നു, അങ്ങനെ ദോഷമുണ്ടെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചാൽ എന്താ, സഹജമായ കർമ്മത്തെ, സഹജം അദ്ദേഹത്തിൻ്റെ കുടുംബമായി ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്ന സഹജമായ കർമ്മമാണ്. അദ്ദേഹം അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാ. ക്ഷത്രിയർക്ക് എന്താണ് ധർമ്മം? യുദ്ധമാണ്. അതുകൊണ്ട് രാജാക്കന്മാരില്ലേ, അവർക്ക് ഇതൊക്കെയല്ലയോ. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്, അത് ഉപേക്ഷിക്കരുതേ. അത് അല്പം ദോഷമുള്ളതാണെന്ന് കണ്ടോ, എന്നാലും കുഴപ്പമില്ല, അത് ചെയ്തേ പറ്റൂ, അത് ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം മറ്റാര് ചെയ്യും? ഈ വൈശ്യന്മാരായ പിന്നെയോ ഈ ഗോക്കളെ മേയ്ക്കുക, കച്ചവടം ചെയ്യുക, പിന്നെയോ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ശൂദ്രര് അന്യനെ പരിചരിക്കുക, ഇങ്ങനെ ചെയ്യാൻ ശേഷിയുള്ളവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? നല്ല ധൈര്യശാലികളാവേണ്ടേ, സാമർഥ്യം വേണ്ടേ, നല്ല ശൂരത്വം വേണ്ടേ, എത്രമോളം എന്താ പറയുക, ആത്മധൈര്യം വേണ്ടേ? ഇങ്ങനെ ഇല്ലാത്ത മറ്റുള്ളവർ എങ്ങനെ യുദ്ധം ചെയ്യും? എന്നാൽ യുദ്ധം ചെയ്ത് എങ്ങനെ ഈ ലോകം ഈ രാജ്യം നന്നാവും? നമുക്കറിയാം, ഇന്ന് പട്ടാളക്കാരിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ദോഷമാണെന്ന് നമുക്ക് അല്പം എന്താ പറയുക, ദോഷം ഉണ്ടെങ്കിൽ പോലും ആ കർമ്മം ചെയ്യാൻ വേറെ ആരില്ല, ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ പറയുന്ന സത്യമായ കാര്യമല്ലേ. എന്ത് തെറ്റാ ഭഗവാൻ പറയുന്നത്? ഇന്ന് പട്ടാളക്കാരോട് പറയുന്നത് ദോഷം അങ്ങനെ ഇനി പോരേ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സുഖമായി ഉള്ളതെന്ന് ഉറങ്ങും? അപ്പോൾ അത് പാപമല്ലേ? പട്ടാളക്കാരുടെ നിയമമാണ് ചെയ്യേണ്ടത്, അതിനെ അവരെ നിയമിച്ചേക്കുന്നത്. അത് ദോഷമല്ല. അവരാരെ കൊന്നാലും ദോഷമല്ല. കാരണം ശത്രുക്കൾ വന്നിട്ടാണ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് അടിക്കണം, അവരെ വകവരുത്തണം, തുരത്തണം. ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉറക്കം വരത്തില്ല, നമുക്ക് ഭയമല്ലേ, നമ്മളെല്ലാം നശിച്ചു പോകത്തില്ലേ? അപ്പോൾ അവിടെ അധർമ്മം വന്നുപോയി പട്ടാളക്കാർ കാരണം. അപ്പോൾ പട്ടാളക്കാർക്ക് അധർമ്മം പാടില്ല, ധർമ്മം വേണം. എന്തിനാ ധർമ്മം? നമ്മളെ രക്ഷിക്കുന്ന ധർമ്മം, നമ്മളെ രക്ഷിക്കുന്ന ധർമ്മം അവരെ അതിനാക്കിക്കുന്നത്. അത് ദോഷമല്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്ന ദോഷമുണ്ടെങ്കിൽ പോലും സഹജമായ കർമ്മത്തെ, പട്ടാളക്കാർക്കുള്ള കർമ്മം അതാണ്, യുദ്ധമാണ്. ക്ഷത്രിയന് അന്ന് യുദ്ധമാണ്, അത് നീ ഉപേക്ഷിക്കാൻ പാടില്ല, ഉപേക്ഷിക്കരുതേ. എല്ലാ പ്രവൃത്തിയിലും ദോഷമുണ്ടെന്ന് അറിയുക മക്കളെ. ഒരു കർമ്മത്തിനും ദോഷമില്ലാതില്ല. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ തിളപ്പിച്ചേ കുടിക്കൂ. എന്താ കാരണം? തിളപ്പിക്കാതെ കുടിച്ച് നമ്മൾ രോഗിയായി ചത്തുപോകും. ഈ ജീവൻ രക്ഷിക്കണമെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ അനേക അണുക്കളുണ്ട്. അത് ചത്തിട്ടാണ് ആ ശവമാണ് നമ്മൾ കുടിക്കുന്നത്. നമ്മൾ ശവവെള്ളമാണ് കുടിക്കുന്നത്, അത് നമ്മൾ അറിയുന്നില്ല. ഇന്ന് എല്ലാവരും പറയും മത്സ്യം മാത്രം കൂട്ടിയാലേ ശവമാകുന്ന. അല്ല, അതൊന്നും അല്ല മക്കളെ. നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അന്നന്ന് കഴിക്കുന്ന ആഹാരത്തിൽ കൂടി എത്ര ജീവാണുക്കളാണ് മരിക്കുന്നത്. നമ്മൾ വിറക് അടുപ്പിൽ കത്തിക്കുമ്പോൾ ആ വിറക് നിറച്ച് ഒരുപാട് ജീവജന്തുക്കൾ ചില വിറകളിലിരിക്കും. കത്തുമ്പോൾ എല്ലാം ഇങ്ങനെ പാഞ്ഞ് പോകുന്ന കാണാം. അകത്തിങ്ങനെ തുരുതുരായിരിക്കും കുറേ എറുമ്പുകൾ ചിറകും വെച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെതലുകൾ. ഇതൊക്കെ ചൂടട്ടുമ്പം ചിലത് മരിക്കുന്നു, ചിലത് ഇറങ്ങിപ്പോകുന്നു. ഈ ജ്വാല തട്ടി ചൂടട്ടി അവിടേക്കുള്ള അണുക്കൾ ചാവുന്നു. പിന്നെയോ നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുമ്പോൾ അത് കുറേ അണുക്കൾ ചാവുന്നു. നമ്മൾ ആഹാരം വെച്ച് പാകം ചെയ്ത എത്ര അണുക്കളാണ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതുകൊണ്ട് ചെയ്യുന്ന കർമ്മത്ത് ദോഷമില്ലാത്ത ഏത് കർമ്മമാണ് ഉള്ളത്? നമ്മൾ കുടിക്കുന്ന മൊത്തം ചത്ത വെള്ളമാണ് കുടിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവൃത്തിയിലും ദോഷമുണ്ടെന്ന് അറിയുക. ഭഗവാൻ പറയുന്നു. പിന്നെ നമുക്ക് ധൈര്യം ഇതുപോരെ. ഒരു കർമ്മത്തിലും ദോഷമില്ലാത്ത കർമ്മമേ ഇല്ല. നമ്മൾ തൂത്തുവായിരുന്നു, മുറ്റം തൂക്കുന്നു. നമ്മൾ മഴക്കാലത്ത് മുറ്റമൊക്കെ തൂക്കുമ്പോൾ എത്ര ജീവാണുക്കളാണ് നമ്മൾ അറിയുന്നു. കോടാനുകോടി ജീവങ്ങളില്ലേ അവിടെ മരിക്കുന്നത്. ഇലയും എല്ലാം വീണ് പെസറടിച്ച് ഉള്ള റബ്ബറിലയും പ്ലാവലയും വീണ് ഇങ്ങനെ അഴുകി കിടക്കും. 2-3 ദിവസം വരെ ഇങ്ങനെ തൂക്കാൻ വയ്യാതെ മഴ പെയ്ത് കിടക്കും. ഒരു തൂക്കുമ്പോൾ എന്തുവാണ്, എത്ര ജീവജാലങ്ങളാണ് മരിക്കുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ആരറിയുന്നു? ഭഗവാൻ അറിയാം. ഭഗവാന്റെ സന്തതികളാണ് അവരും. ഈ ജീവജാലങ്ങളും ഭഗവാന്റെ സന്തതികളാണ്. ജനിച്ചാൽ മരിക്കാനുള്ള ഉറപ്പ് മാത്രം നമുക്ക് നമ്മൾ അറിഞ്ഞും കൊണ്ട് മനഃപൂർവ്വമായിട്ട് കൊല്ലാതിരിക്കുക.
ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ ഈ പ്രകൃതി ഇതൊക്കെ രാത്രിക്ക് പകലെന്നതുപോലെ ജനിച്ച മരണമുണ്ടെന്ന് ഉറപ്പാക്കുക. അത് ജനിക്കേണ്ടവൻ ജനിക്കുമ്പോൾ മരിക്കാനുള്ള അവസരം വരുമ്പോൾ അവൻ മരിച്ചിരിക്കും. ഒരു മത്സ്യമായാലും മുക്കുവൻ്റെ വലയിൽ കയറണമെങ്കിലേ അത് കയറൂ. എങ്ങനെ അറിയാം? ആ മത്സ്യത്തിന് മരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിയിരിക്കും. അത് ഭഗവാൻ അറിയാം അവന് മരണം അടുത്തിട്ടുണ്ടെന്ന്. ഭഗവാനാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചേക്കുന്നത്, നമ്മളാരുമല്ല. ഇതൊക്കെ അറിയാനും കേൾക്കാനും ഒരുത്തൻ സാക്ഷിയായി നിൽപ്പുണ്ട് ലോകത്ത്. അദ്ദേഹത്തിന് അറിയാം ഈ മത്സ്യത്തിനെ ജനിച്ചവനാണ്, അത് ഞാൻ ജനിപ്പിച്ചു സൃഷ്ടിച്ചു, അത് ഇന്ന നാളെ അതിന് മരണമുണ്ട്. ഇത്രയെല്ലാം ഭൂകമ്പം വന്ന് ഉരുൾപൊട്ടൽ വന്ന് എത്രണ്ണം മരിച്ചു? ആര് കയറി പിടിച്ചോ ഒപ്പിച്ചോടെ വെച്ചോ? ആരെങ്കിലും മരിച്ചു പോയില്ലേ? കഷ്ടത അനുഭവിക്കുന്നില്ലേ? കാലുങ്ങ ഒടിഞ്ഞവരും തലയറ്റവരും മണ്ണിനടി കിടക്കുന്നവരും ഇങ്ങനെ എത്ര പേരാ. ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാണ്. ഇതൊക്കെ ഇതിൽ കൂടെ തന്നെ നമ്മൾ ജീവിച്ച് പോകണം. ഇതൊക്കെ കണ്ടും കേട്ടും തന്നെ നമ്മളാൽ കഴിയുന്ന പോലെ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധമായ നമ്മളെ ഹൃദയത്തോട് നമ്മൾ ജീവിക്കണം. അതേ ഉള്ള നോട്ടം. ഭഗവാൻ നമുക്ക് എത്രമാത്രം ധ്യാനിക്കാം, എത്രമാത്രം കർമ്മങ്ങൾ ശുദ്ധമായി ചെയ്യാം, സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാം. നമ്മളാൽ ഒക്കുന്നത് പോലെ നമ്മൾ ചെയ്യുക. ഇന്നത് ചെയ്താൽ പാപമാണ് അതുകൊണ്ട് ചെയ്താൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കർമ്മവും പാപമില്ലാത്തതില്ല. എല്ലാ പ്രവൃത്തിയിലും ദോഷമുണ്ടെന്ന് അറിയുക. അതായത് അഗ്നിയെ പുക മൂടിക്കളയാറുള്ളത് പോലെ ദോഷരഹിതമായ ഒരു കർമ്മവുമില്ല. ദോഷരഹിത വെച്ചാൽ ഒരു ദോഷം ഇല്ലാത്ത ഒരു കർമ്മവുമില്ല. അഗ്നിയെ പുക എങ്ങനെയാ മൂടി വയ്ക്കുന്നത്? നമ്മൾ തീ അടുപ്പിൽ കത്തിക്കുമ്പോൾ ആ കത്തി വരുമ്പോൾ അകത്ത് അഗ്നിയുണ്ട്, തീയുണ്ട്, പക്ഷേ പുക കൊണ്ട് മൂടി ഇരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കർമ്മത്തിൽ എന്താണ് ദോഷം മൂടി ഇരിപ്പുണ്ട്. നമ്മൾ ചെയ്ത കർമ്മം അഗ്നിയാണെങ്കിൽ അതിൽ ദോഷമില്ലാത്ത ഒന്നുമില്ല. പുക പോലെ അഗ്നിക്ക് പുക എങ്ങനെയാ അതുപോലെ തന്നെയാണ് എന്ത് കർമ്മത്തിലും ദോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? സർവകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ സമർപ്പിക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം അത് ഈശ്വരൻ തന്നെ ഇത് പറഞ്ഞു തന്നതാണ്. എല്ലാം നീ എന്നിൽ അർപ്പിച്ച് നീ യുദ്ധം ചെയ്യൂ. എല്ലാ കർമ്മവും നീ എന്നിൽ അർപ്പിക്കൂ. നീ ഫലം ആഗ്രഹിക്കാതിരിക്കും. നേരെ വരുന്നത് നമുക്കെടുത്ത് എടുക്കാം. എല്ലാം നമുക്ക് വേല ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാനല്ല നമ്മൾ വേല ചെയ്യുക. അത് കിട്ടും ഇത് കിട്ടുന്ന ആർത്തി വേണ്ട. നമുക്ക് നേരായ രീതിയിൽ കിട്ടുന്നെടുക്കാം. അന്യായം പ്രവർത്തിക്കാതിരിക്കുക. സൽക്കർമ്മങ്ങളായിട്ട് എല്ലാം ചെയ്യുക. ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുക. അപ്പോൾ സർവത്തിനും പരിഹാരം ഭഗവാൻ കണ്ടോളും. നമ്മൾ പാപം ഇല്ലാതെ വരും. അത് അങ്ങനെ നമുക്ക് പാപം മാറ്റാൻ പറ്റും. ഒരു മത്സ്യത്തിനെ കൂട്ടിന്ന് പറഞ്ഞ് പാപിയായി പോവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ജോലികൾ മൊത്തം ത്യജിക്കേണ്ടി വരും. പിന്നെ നമുക്ക് എന്നാണ് നമ്മളെ പ്രായം കഴിഞ്ഞ് സന്യാസത്തിലേക്ക് കടക്കുന്നത്, നമുക്ക് അറിവ് വെക്കുന്നത് എനിക്കിനി ഇത് പാടില്ല, ഞാൻ പരമാത്മാവിൻ്റെ അംശമാണെന്ന് ഒരു ഉൾബോധമുണ്ട്. അപ്പോൾ തന്നെ അത് തനിയെ അങ്ങ് നിന്നോളും. അല്ലെങ്കിൽ നമുക്കിനി വേണ്ടാന്ന് വയ്ക്കും. അതുപോലെ കൊച്ചു കുട്ടികൾ മത്സ്യം കഴിച്ചെന്നോ 10, 40, 50 വയസ്സുള്ളവരുടെ മത്സ്യം കഴിക്കുമ്പോൾ ഒരു പാപവും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അനുഭവസ്ഥയാണ്. ഞാൻ ഈ അടുത്ത ഒരു 4-5 വർഷം 6 വർഷത്തോളം ആയുള്ളൂ ഞാൻ നിർത്തിയിട്ട്. അതിനുമ്പൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് ഈ ഭാഗവത വായനയും ഈ ധ്യാനവും ഈ സ്തുതിപ്പുകളും എനിക്ക് ഈശ്വരൻ എന്നെ പ്രത്യക്ഷപ്പെട്ടതും ഈ ഈശ്വരാനുഗ്രഹത്തിലൂടെ കൃപ ആ പവർ എന്നിലേക്ക് ഒഴുകുന്നതൊക്കെ ഈ 40 വയസ്സിലേക്കാണ്. അന്ന് എനിക്ക് അറിഞ്ഞുപോലും കൂടാ ഇത് പാപമാണെന്ന് പോലും. പക്ഷേ ഇതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് മറപ്പുരയിൽ പോയി നമ്മൾ കുടൽ ശുദ്ധമാകും. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കവിട്ടി വരും അസൂയ, കുശുമ്പ്, അഹങ്കാരം, ക്രോധം, ഇങ്ങനെയുള്ള വേണ്ടാത്ത കുറേ ചിന്തകൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് മറ്റുള്ളവരെ ദുഷിക്കുക, പറയുക, അഹങ്കാരം, ഇതൊക്കെയാണ് ദുഷിപ്പ്, പാപം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടാത്തത്. അതിനെയൊക്കെ ഒഴിച്ചു കളഞ്ഞാൽ ഒരു ആഹാരം കഴിക്കുന്നതിൽ കൂടി ഒന്നും ഒരു ദോഷവും വരത്തില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞും കൊണ്ട് അതിനെ കൊല്ലുകയും വേണ്ട, കൊന്ന് കഴിക്കുകയും വേണ്ട. പിന്നെ ജീവജാലങ്ങളെ മനഃപൂർവ്വമായിട്ട് ഭയപ്പെടുത്തി കൊന്ന് കഴിച്ചാലേ പാപമാണ്, അല്ലേലും പാപം തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഒരു മത്സ്യം കഴിച്ചെന്ന് പറഞ്ഞ് പാപം ഉണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കഴിക്കണ്ട. അതല്ല ഇത് പാപമല്ല ഭഗവാനെ, ഇത് ഞങ്ങൾ കറി വെച്ച് നമ്മുടെ അസുഖത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വായുശല്യത്തിനോ ഞങ്ങൾ കഴിച്ചു പോകുന്നതാണേ ഭഗവാനെ. കഴിക്കുമ്പോഴും ഭഗവാൻ സമർപ്പിച്ച് കഴിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ സമർപ്പിച്ച് കഴിക്കുക. അപ്പോൾ പിന്നെ അവിടെ പാപം ഇല്ലല്ലോ. അത് എന്ന് നമുക്ക് വേണ്ടാന്ന് വെക്കുന്നത് എല്ലാവരും ബ്രഹ്മജ്ഞാനികളാവത്തില്ല, എല്ലാവരും സന്യാസിമാരാവത്തില്ല. നമുക്കൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഞാൻ ഇത്ര നാൾ ഇതൊക്കെ വായിച്ചെങ്കിൽ എനിക്ക് അത്രയ്ക്കൊന്നുള്ള ഒരിത് വന്നില്ല, ഇനി എനിക്കും ആ പരമാത്മാവിൽ ലയം പ്രാപിച്ച് എനിക്ക് മോക്ഷത്തിലേക്ക് കടക്കണം എന്ന് ചിന്ത വരുമ്പോൾ നമ്മൾ തനിയെ നിർത്തും. ഞാനിപ്പോൾ എങ്ങനെ അത് നിർത്തും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. എല്ലാവരും എങ്ങനെ വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിന് സംശയം നിങ്ങൾക്ക് വേണ്ട, അത് അങ്ങനെയാണ്.
അതെനിക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അഗ്നിക്ക് പുക എങ്ങനെയാണ് മൂടപ്പെട്ടിരിക്കുന്നത്, അതുപോലെ നമ്മൾ ചെയ്ത കർമ്മത്തിലും ഒന്നിലും ദോഷമില്ലാതില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഭഗവാനാണ് ഇത് പറയുന്നത്. ഭഗവാനിൻ്റെ മുകളിൽ വേറെ ആരുമില്ലല്ലോ. ഇത് പരബ്രഹ്മമൂർത്തിയാകുന്ന ലോക പിതാവാണ് ഭഗവാൻ കൃഷ്ണനായി വന്നേക്കുന്നത്. ആ കൃഷ്ണൻ്റെ വാക്കാണിത്. അപ്പോൾ ഇതിലും മുമ്പോട്ടുള്ള ഒരു ആൾ ഈ ലോകത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കൂ. ഇത് ഭഗവാൻ പറഞ്ഞത് എന്ത് കർമ്മത്തിലും പാപമുണ്ട്. അപ്പോൾ പിന്നെ ഒരു മത്സ്യം ശവക്കറിയാന്ന് പറഞ്ഞാൽ, ശവമണകുന്ന നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റത്തില്ലല്ലോ, അത് ശവമല്ലേ? എത്ര അണുക്കളാണ് അത് ചത്തടക്കുന്നത്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ കറി വയ്ക്കുന്ന, നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന, അരി അടുപ്പിടുമ്പോൾ എത്ര വെള്ളം ഒഴിച്ചാണ് ആ വെള്ളത്തിലെല്ലാം ജീവാണുക്കളുണ്ട്. ഇതെല്ലാം ശവമല്ലേ? അജ്ഞാനം ആകെ അങ്ങ് കളയുക. ആദ്യം അതേ നമ്മുടെ അജ്ഞാനം മാറ്റി മനസ്സിനെ ശുദ്ധമാക്കി ഹൃദയശുദ്ധി ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. അത്രയേ ഉള്ളൂ. എന്ന് കരുതി പിന്നെ മൃഗങ്ങളെ ഞാൻ ഒരിക്കലും അംഗീകരിച്ചില്ല. ഒരു മൃഗത്തിനെ കൊന്നു കഴിക്കണ്ട, അത് പാപം തന്നെയാണ്. എന്ന് വെച്ചാൽ അത് വേദന അനുഭവിക്കുന്നു. ഒരു മത്സ്യം കണക്കല്ല, മത്സ്യം അറിയുന്നില്ല. ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുമ്പോൾ അടുത്തത് കാണുന്നു, അടുത്ത് എനിക്കിനി ഭഗവാനിനി എന്നെയാണല്ലോ എന്നുള്ള വേദന, വിഷമം ഇതൊക്കെ താണ്ടി നിൽക്കാൻ എന്നെ ആര് രക്ഷിക്കും ഭഗവാനെ എന്നുള്ള ആ പ്രാണവേദന, അതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. അതൊരിക്കലും കഴിക്കണ്ട. വേണ്ടതിനോടൊന്ന് കഴിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ആരും കഴിക്കരുത്, മഹാപാപം. അത്രയേ ഉള്ളൂ. നമുക്ക് 49ാമത്തെ, അതായത് എന്താ പറയുക, അഗ്നിയിലെ പുക എങ്ങനെയാണ്, അതുപോലെ ഒരു കർമ്മത്തിലും ദോഷമില്ലാത്തതില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഒരു മത്സ്യം കഴിച്ചെന്ന് പറഞ്ഞ് ഞാനിപ്പം മീൻ ഗുളിക കഴിക്കുന്നെങ്കിൽ അത് ഒരു മത്സ്യനെ കൊന്നിട്ടല്ലേ നമുക്കത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുന്നതെന്നാണോ? പിന്നെ നമ്മൾ തിളപ്പിച്ച വെള്ളം കുടിക്കുമ്പോൾ എന്തെങ്കിലും തിളപ്പിക്കാതെ കുടിച്ചുകൂടെ? ജീവാണുക്കൾ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അതിനകത്ത് ശവമുണ്ട്. കുറച്ച് പകുതി ജ്ഞാനവും പകുതി അജ്ഞാനവും മുഴുത്തിടക്കുന്ന കുറേ എണ്ണം ഇങ്ങനെയാണ്. അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല, ഇങ്ങനെ പറയും. നമ്മൾ ഒരു നീതി നോക്കണം. ഒരു നീതി ന്യായം നമുക്ക് തന്നെ യുക്തമായുണ്ട്. വേദനിപ്പിച്ചും പ്രാണവേദന കൊണ്ട് നടക്കുന്ന മൃഗങ്ങളെ പോലും കഴിക്കണ്ട, അത് പാപം. എന്തെങ്കിലും പാപം? അത്ര വേദനിക്കുന്നതിനെ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റില്ല. അത് കഴിച്ചുകൂടാ. കഴിക്കാൻ ചിന്തിക്കാൻ പോലും ചെയ്ത് കഴിച്ചാൽ നമ്മളെ ഉള്ളം പിടയ്ക്കുക. അയ്യോ, ഇത്രയ്ക്ക് വേദനിച്ച് കൊന്നതിനെയാണ് ഞാൻ കഴിച്ചേക്കുന്നത്. ഇതിൽ കിടന്ന് നമ്മുടെ മനസ്സ് തന്നെയാണ് ശുദ്ധക്കേടാക്കുന്നത്. മനസ്സ് കിടന്ന് പിടയ്ക്കുകയോ ഞാനത് രുചിയായിട്ട് കഴിച്ചു എങ്കിൽ അതെന്ത് വേദനയാണ് അനുഭവിച്ചത്. അപ്പം നമ്മൾ തന്നെ അങ്ങ് രോഗിയാക്കുക. നമ്മളെ തന്നെ രോഗിയാക്കുക. പേടി, ഭയം, അത് വേണോ? കഴിക്കാതിരുന്നൂടെ? അതുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഈ പാപം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദോഷം ഒന്നിനും ഇല്ലാതില്ല, സർവത്തിനും ദോഷമുണ്ട്. എന്ത് ചെയ്താലും ദോഷമില്ലാത്ത, കാരണം അഗ്നിക്ക് പുക ഉണ്ടോ? അഗ്നിക്ക് പുക ഉണ്ടെങ്കിൽ കർമ്മത്തിന് ദോഷമുണ്ട്. കർമ്മം എന്ത് ചെയ്യാനും ദോഷമുണ്ട്. ഇനി 49ാമത് വായിക്കാം. സമയം പോകും മക്കളെ. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ബാഹ്യവും ആന്തരികവുമായ യാതൊന്നിനോടും ആസക്തി ഇല്ലാത്തവൻ സന്യാസ മുഖേന പരമമായ പരമപദം എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു. സന്യാസ മുഖേന പരമമായ പരമപദം എന്ന സിദ്ധിയെ പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? പുറത്തും, അതായത് നമ്മൾ നീ കാണുന്ന പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നതിനകത്തായി, അത് വീട്, മക്കള്, ഭാര്യ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, എനിക്ക് ഇന്ന വസ്തു വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാറ് വേണം, അത് പുറമേ ഉള്ളത്. അകമേ ഉള്ളത്, എനിക്ക് ഇന്നത് ഉടുക്കണം, എൻ്റെ ദേഹത്തിന് ഇന്ന അതിൽ ഒരുങ്ങണം, എനിക്ക് ഇന്ന വസ്ത്രം ഉടുത്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കഴിക്കണം, എനിക്ക് ഇറച്ചി കഴിച്ചേ പറ്റൂ. ആസക്തി വരുത്തിരുന്നാൽ എനിക്ക് കഴിക്കണം, തിന്നണം, ഇന്നത് തന്നെ വേണം എന്നുള്ള പറഞ്ഞ് ഈ ആസക്തി, പുറമേ എനിക്ക് ഇന്നത് മേടിക്കണം, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അത് വേണം, ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മക്കള്, ഭാര്യ, ഇങ്ങനെയുള്ള ആസക്തി, അതിലേക്ക് തന്നെ ഇഴിഞ്ഞിറങ്ങുന്ന ആസക്തി, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവൻ സന്യാസത്തിൽ പോവില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തവൻ, ആസക്തി ഒന്നിലും പുറത്തും അകത്തും ആസക്തി ഇല്ലാത്തവൻ എന്താണ്? സന്യാസ മുഖേന, അതാണ് സന്യാസം. എല്ലാത്തിനും വിരമിക്കുന്നതാണ് സന്യാസം. എന്ത് കിട്ടും അന്നേരം? സന്യാസമുഖൻ എന്ത് കിട്ടും? പരമമായ പരമപദം എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു. നമുക്ക് പരമപദം പ്രാപിക്കണമെങ്കിൽ ഈ ലോക ചിന്തയിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിരമിക്കണം. എന്താ? ഈ ലോകത്തിൽ ഒന്നിലേക്ക് നമുക്ക് ഭ്രമം വേണ്ട, ആസക്തി വേണ്ട.
ഇന്നത് കിട്ടണം, അതെനിക്ക് വേണം, അത് എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ ഭാര്യ, എൻ്റെ വീട്, ആസക്തി വരുത്തിരിക്കണ്ട, എനിക്ക് ആ വസ്തു മേടിക്കണം, അതിൽ തന്നെ ഓർത്തിരിക്കണ്ട, എനിക്ക് ഇന്ന കാറ് വേണം, അതിലേക്ക് ആസക്തി വേണ്ട, അല്ലെങ്കിൽ എൻ്റെ കാറ് ഇതാ ഇവിടെ കിടക്കുന്നു, എപ്പോഴും കാറേ കാറേ കാറേ, അല്ലെങ്കിൽ എൻ്റെ വസ്തു എന്നുള്ള ചിന്ത, ഈ ആസക്തി. അതുപോലെ ഉള്ളത്തിൽ എനിക്ക് ഇന്നത് കഴിക്കണം, ഇന്നത് കേൾക്കണം, ഇന്നത് കാണണം, എനിക്ക് സിനിമ കണ്ടേ പറ്റൂ, ആസക്തി. അങ്ങനെ ഇല്ലാത്തവനാണ് സന്യാസം മുഖേന പരമപദം പ്രാപിക്കുന്നത്, ആ സിദ്ധി കിട്ടുന്നത്. നമുക്ക് 50-ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിർബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. അല്ലയോ അർജുന, ഈ പറഞ്ഞ നൈഷ്കർമ്മസിദ്ധി പ്രാപിച്ചവനാണ് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ആസക്തി ഇല്ലാത്ത ബ്രഹ്മത്തിൽ, അതായത് സന്യാസത്തിൽ കൂടി പരമപദം പ്രാപിക്കുന്ന രീതി, ഈ ആ പറഞ്ഞ നൈഷ്കർമ്മ സിദ്ധി, അതിന് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്നത്. ആ സിദ്ധി പ്രാപിച്ചവനാണ് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയാണ് ബ്രഹ്മപ്രാപ്തി. ജ്ഞാനത്തിനേക്കാളും മുകളിലേക്ക് അത്രമാത്രം കാഷ്ഠ മൂർധന്യ ഉച്ചോ അതായത് ഉത്തമോത്തമം അങ്ങ് തലക്കെട്ടിലേക്ക് പോകുന്ന പരമകാഷ്ഠയാണ് ബ്രഹ്മപ്രാപ്തി. അതാണ് നമുക്ക് എന്താ ഇങ്ങനെയെല്ലാം വിരമിച്ച് ആസക്തിയില്ലാത്ത സന്യാസത്തിൽ പോണ ആ പരമപ്രാപ്തി. അത് 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 ബ്രഹ്മപ്രാപ്തി അത്രമാത്രം എന്താണ് പരമകാഷ്ഠ, അതിനപ്പുറം ഇല്ല. അത് നമുക്ക് ഇനി ഭഗവാൻ പറയുന്നു, അത് ഞാൻ ഇനി പറഞ്ഞു തരാം അതെങ്ങനെയെന്ന്. നമുക്കത് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.